സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കാർന്ന് തിന്നുന്ന ഒരു രോഗമാണ് ടെൻഷൻ അഥവാ സ്ട്രെസ് എന്ന് പറയുന്നത്. പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ 90% രോഗാവസ്ഥകളും ഉണ്ടാകുന്നത് നമ്മളുടെ സ്ട്രെസ്സും ടെൻഷനും മൂലമാണെന്നാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നാണ് ഇതിന് പറയുക. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷനുകൾ ഇല്ലാത്ത ആളുകളില്ല. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വിവിധങ്ങളായ ടെൻഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഉള്ളിലെ ടെൻഷനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ തന്നെ ഉള്ളിലുള്ള വിവിധങ്ങളായ ഭയങ്ങളും ആത്മവിശ്വാസക്കുറവുമാണ് എന്ന് മനസ്സിലാക്കുക. ടെൻഷനെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണെന്നറിയോ? നമ്മളുടെ ടെൻഷനെയും ഭയത്തെയും നന്നായി മനസ്സിലാക്കുക, വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് വരുന്നു, ഇതിൻ്റെ എക്സ്ട്രീം അവസ്ഥ എന്തായിരിക്കും, ഇതിൻ്റെ പരിഹാരം എന്താണ്, ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ളതാണോ അതോ വെറും തോന്നലുകളാണോ, മനസ്സിൻ്റെ വെറും തോന്നലുകളാണോ എന്ന് ചിന്തിക്കുക. അപ്പോൾ മനസ്സിലാകും ഇതൊന്നും നടക്കാൻ വളരെയേറെ സാധ്യത കുറവുള്ള കാര്യങ്ങളായിരുന്നു എന്നും, വെറുതെ നമ്മൾ ഇത്രയും കാലം ഭയപ്പെട്ട് കൊണ്ടു നടന്നിരുന്നതായിരുന്നു, നടക്കാൻ സാധ്യതയേ ഇല്ലാത്ത സംഗതിക്ക് വേണ്ടിയായിരുന്നു നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നത് എന്ന് അപ്പോൾ മനസ്സിലാകും.